കാലം കണ്ട ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതം നയാഗ്ര വെള്ളച്ചാട്ടമല്ല. കാലം കണ്ട ലോകം കണ്ട ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ബൂർജ് ഖലീഫയല്ല. കാലം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ചൈനയുടെ വൻമതിലുകളല്ല. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഈ ഭൂമിയിലെ ഒന്നുമല്ല. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായി അവതരിച്ചതാ. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ഇവിടെ മനുഷ്യനായി ജനിച്ച നിരവധി പേർ ദൈവങ്ങളാകുന്നുണ്ട്. ഞങ്ങൾക്ക് അവരോട് വിരോധങ്ങളൊന്നുമില്ല. എന്നാൽ പ്രിയ സുഹൃത്തേ, നാട്ടുകാരെ, കൂടപ്പുറപ്പെ കേൾക്കുക. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവം സ്വർഗത്തിൽ വസിച്ചവൻ, സ്വർഗത്തിൽ എന്നേക്കും ഉണ്ടായിരുന്നവൻ, അനാദികാലം ഉണ്ടായിരുന്നവൻ, ആൽഫയും ഒമേഗയുമായിരുന്നവൻ, ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി താണവങ്ങളിലേക്ക് ഇറങ്ങി വന്നു. പ്രിയ സുഹൃത്തേ, ദൈവം മനുഷ്യനായി അവതരിച്ചത് ഈശോ മശിഹായുടെ മനുഷ്യാവതാരം. ഹല്ലേലൂയ. യേശു ഇവിടെ ജനിച്ചത് ഒരു മതമുണ്ടാക്കാനല്ല. യേശു ഇവിടെ ജനിച്ചത് ഒരു സംഘടന ഉണ്ടാക്കാനല്ല. യേശു ഇവിടെ ജനിച്ചത് ഏതെങ്കിലും പീഠത്തിൽ അമർന്നിരിക്കാനല്ല. അല്ലെങ്കിൽ യഹൂദന്മാരെ രാജാവെന്ന് കളിയാക്കി ചെന്ന് വിളിക്കുമ്പോൾ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന് വിദ്വാൻമാർ ചോദിക്കുമ്പോൾ ഹേരോദാവിന്റെ പീഠത്തിൽ ആട്ടം സംഭവിച്ചിട്ട് ഹേരോദാവ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കണം, 2 വയസ്സുള്ള സകല ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ വിധി പുറപ്പെടുവിക്കുമ്പോൾ ഹേരോദാവിന്റെ കല്ല് ചെയറിന് ഒരാട്ടമുണ്ടാകുമെന്ന് തോന്നി. ഇന്ന് രാത്രി പറയാം, യേശു ഒരു പീഠത്തിനും അമർന്നിരിക്കാൻ വന്നവനല്ല. യേശു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. യേശു ഒരു മതത്തിന്റെയും ആളല്ല. യേശു ഇവിടെ വന്നത് ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാനല്ല. എന്റെ രാജ്യം ഐകികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ കറുപ്പായ, മനുഷ്യന്റെ കടുച്ചുവപ്പായ സകല പാപത്തെ ചുമന്നടിപ്പോൾ കാൽവറി മരിക്കാനോ യേശു ഇവിടെ വന്നത്.